ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ റിവിഷനാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇതിലുള്ള ചോദ്യങ്ങളല്ലാണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണില്ല, ഷുവറാണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ അറിയാവുന്നവർ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിനോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: The unique shape of Earth, which is slightly flattened at the poles and bulged in the middle, is known as. അപ്പോൾ നമ്മൾ എർത്തിൻ്റെ ഷേപ്പിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ. സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് ആൻഡ് ദ പോൾസിൽ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടാണ്, പരന്നിട്ടാണ്. മിഡിലാണെന്ന് കുറച്ച് ബൾജ് ചെയ്തിട്ടാണ്. ഈ ഒരു ഷേപ്പിന് എന്താണ് പറയുക, അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് ദ എർത്ത് എന്താണ്? ഓക്കെ, സ്ഫിയർ ആണോ, ഗ്ലോബാണോ, ജിയോയിഡാണോ, സർക്കിളാണോ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഈ ജിയോയിഡ്, GEOID. ഓക്കെ, അപ്പം ഷേപ്പ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ജിയോയിഡ്. എന്താണ് ഷേപ്പ് ഓഫ് എർത്ത്? ജിയോയിഡ്. ഇനി ആ ഒരു ജിയോയിഡ് ഷേപ്പ് എങ്ങനെയാണ്? സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ് ആൻഡ് ബൾജ്ഡ് ഇൻ ദ മിഡിൽ. അങ്ങനെയുള്ള ഷേപ്പിനെയാണ് നമ്മൾ ജിയോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ്? നമ്മൾ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ലാർജസ്റ്റ് സർക്കിൾ എന്താണെന്ന്, ലാറ്റിറ്റ്യൂഡ്, ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ്. അതാണ് ക്വസ്റ്റ്യൻ. ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഏതാണെന്ന്, ലാർജസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ഏതാണെന്ന്. പ്രൈം മെറിഡിയൻ ആണോ, ഇക്വേറ്റർ ആണോ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണോ, ആർട്ടിക് സർക്കിൾ ആണോ? അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, ഇക്വേറ്റർ ആണ്. EQUATOR. അപ്പോൾ ലാർജസ്റ്റ് ലാറ്റിറ്റ്യൂഡ് എന്താണ്? ഇക്വേറ്റർ ആണ്. രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച എന്താണ്? ഷേപ്പ് ഓഫ് എർത്ത് എന്താണ്? ജിയോയിഡ്. അതേപോലെ ലാർജസ്റ്റ് സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഏതാണ്? ഇക്വേറ്റർ. നെക്സ്റ്റ്, ദ ഇമാജിനറി ലൈൻസ് ദാറ്റ് ആർ ഡ്രോൺ പാരലൽ ടു ദ ഇക്വേറ്റർ. Parallel to the equator, the imaginary lines that are drawn parallel to the equator are called lines of longitude, meridians, lines of latitudes, earth axis. അപ്പോൾ എന്താണ് ഇമാജിനറി ലൈൻസ് ദാറ്റ് ആർ ഡ്രോൺ പാരലൽ ടു ഇക്വേറ്റർ? ഇക്വേറ്റർ എന്ന് പറയുമ്പം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഏറ്റവും മധ്യത്തിലുള്ളതാണ് ഇക്വേറ്റർ. അതിൻ്റെ പാരലായിട്ടുള്ളതിന് നമ്മൾ എന്താ പറയുക? ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ് പറയുക. എന്താണ് പറയുക? ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, നെക്സ്റ്റ്, അറ്റ് 1 degree measure is the Tropic of Cancer located. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ലൊക്കേറ്റ് ചെയ്ത ആ മെഷർമെൻറ്റ് എന്താണ്? ഓക്കെ, അറ്റ് വാട്ട് ഡിഗ്രി മെഷർ ഈസ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ലൊക്കേറ്റ്? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 0 degree, 90 degree north, 23 1/2, 23 half degree north, 23 half south. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ലൊക്കേറ്റ് ചെയ്ത ഏതാണ്? 23 ഹാഫ് നോർത്ത് ആണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23 1/2 ഡിഗ്രി നോർത്ത് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദ ഹെമിസ്ഫെയർ that lies to the north of the equator. നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ഏതാണ്? സദേൺ ആണോ, വെസ്റ്റേൺ ആണോ, നോർത്തേൺ ആണോ, ഈസ്റ്റേൺ ആണോ? അപ്പോൾ നോർത്ത് ഓഫ് ഇക്വേറ്റർ ഏതായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്ത് ഓഫ് ഇക്വേറ്റർ ഏതായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയർ. ഓക്കെ, ദ ഇമാജിനറി ലൈൻസ് ദാറ്റ് കണക്ട്സ് ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് on which the earth rotates is known as എർത്ത് ആക്സിസ്. അതായത് ഇമാജിനറി, അപ്പോൾ നോർത്ത് പോള്, സൗത്ത് പോള്, പോൾസ് അറിയാലോ. പോൾസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് അറ്റത്തുള്ളതാണ്. അപ്പോൾ ഇമാജിനറി ലൈൻസ് ദാറ്റ് കണക്ട്സ് ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഓൺ വിച്ച് എർത്ത് റൊട്ടേറ്റ്സ്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന എവിടെയാണ്? പ്രൈമറിയിലാണോ, ഇക്വേറ്ററിലാണോ, എർത്ത് ആക്സിസിലാണോ, ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡിലാണോ? അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? എർത്ത്സ് ആക്സിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7th question. The earth axis is inclined. The earth axis is inclined at an angle of 23 1/2 degree from
Lines of latitudes, orbital path perpendicular to the orbital plane, prime meridian. കറക്റ്റ് ആൻസർ എന്താണ്? എർത്ത് ആക്സിസ് ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ട്, ഇൻക്ലിനേഷൻ. അത് ഏത് സംഭവമാണ്? അറ്റ് ആൻ ആംഗിൾ ഓഫ് 23 1/2 ഫ്രം ദ പെർപെൻഡിക്കുലർ ടു ദ ഓർബിറ്റൽ ലൈൻ, പെർപെൻഡിക്കുലർ ടു ദ orbital plane. Next, the imaginary lines that connect the North Pole and South Pole are called. നമ്മൾ ഇങ്ങനെയുള്ളത് എന്താണ്? ലാറ്റിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞു. ഏറ്റവും ബിഗ്ഗസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ഇക്വേറ്റർ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇമാജിനറി പോൾസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇമാജിനറി ലൈൻസിന് എന്താ പറയുക? പാരലൽസ് ആണോ, ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ് ആണോ, എർത്ത് ആക്സിസ് ആണോ, ഇക്വേറ്റർ ആണോ? അപ്പോൾ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും കണക്ട് ചെയ്യുന്ന ആ ലൈനിന് പറയുന്ന പേരെന്താണ്? ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്. എന്താണ്? ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ് എന്നാണ് പറയുക. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കീ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓൾ ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്സ്? ഇപ്പോൾ ലോങ്ങിറ്റ്യൂഡ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. They are parallel to each other. They get smaller as they approach the poles. They are all semicircles of the same size. They are also called the parallels. അപ്പോൾ ഇതിൽ കറക്റ്റ് ഓപ്ഷൻസ് എന്താണ്? They are all semicircles of the same size. Okay. Next, 10th question. Time on the earth is determined based on which imaginary lines? നമ്മുടെ ഭൂമിയിലെ സമയം തീരുമാനിക്കുന്നത് ഏത് ഇമാജിനറി ലൈൻസ് ആണ്? ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്, ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്, ദ ഇക്വേറ്റർ, ആർട്ടിക് സർക്കിൾ. അപ്പോൾ എന്താണ്? ടൈം നിശ്ചയിക്കുന്നത് ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ് ആണ്. ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്. ഓക്കെ. നെക്സ്റ്റ്, ഹൗ മെനി ലോങ്ങിറ്റ്യൂഡ് ലൈൻസ് can be drawn if they are spaced at 1 degree intervals? എത്ര ലോങ്ങിറ്റ്യൂഡ്സ് ലൈൻസ് നമുക്ക് വരയ്ക്കാൻ കഴിയും? 1 degree ഇൻ്റർവെൽസിലാച്ചാൽ നമുക്ക് എത്ര ലൈൻസ് അങ്ങനെ വരയ്ക്കാൻ കഴിയും? 180, 90, 23, ഹാഫ്, 360. കറക്റ്റ് എത്രയാണ്? 360 ആണ്. എത്രയാണ്? 360 ആണ്. ഓക്കെ. അപ്പോൾ 360 ലൈൻസ് നമുക്ക് അങ്ങനത്തെ വരയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The 0 degree lines of longitude is known as. 0 degree ലോങ്ങിറ്റ്യൂഡിന് വേറൊരു പേര് വിളിക്കും. പ്രൈം മെറിഡിയൻ ആണോ, ഇക്വേറ്റർ ആണോ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണോ, ആർട്ടിക് സർക്കിൾ ആണോ? കറക്റ്റ് ആൻസർ എന്താണ്? പ്രൈം മെറിഡിയൻ ആണ്. ഓക്കെ. നെക്സ്റ്റ്, why is the 0 degree of longitude also called Greenwich meridian? എന്തുകൊണ്ടാണ് 0 degree ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ് അതിനെ നമ്മൾ പറയുന്ന പ്രൈം മെറിഡിയൻ ആണ്? അത് വേറൊരു പേരും കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നറിയപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ എ പേഴ്സൺ നെയിംഡ് ഗ്രീൻവിച്ച്. അത് ഡിസ്കവർ ചെയ്തത്, അത് കണ്ടെത്തിയത് അയാളുടെ പേര് ഗ്രീൻവിച്ച് ആണ്. It passes through Greenwich near London. It is the reference for global timekeeping. It is located in the Eastern Hemisphere. Correct answer, it passes through Greenwich near London. ലണ്ടൻ അടുത്തുള്ള ഗ്രീൻവിച്ചിലൂടെയാണ് ഈ ലൈൻ പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 0 degree ലോങ്ങിറ്റ്യൂഡിനെ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൈം മെറിഡിയൻ എന്നൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The 180 longitude lines is the basis of which of the following? ഇനി 180 degree ലോങ്ങിറ്റ്യൂഡ്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ 0 degree ലോങ്ങിറ്റ്യൂഡ്, അതിനെ നമ്മൾ പറയുന്നത് പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് എന്നൊക്കെ പറയും, ഗ്രീൻവിച്ച് ലൈൻ എന്നൊക്കെ പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 180 degree ഓഫ് ലോങ്ങിറ്റ്യൂഡ് ലൈൻസ് ഈസ് ദ ബേസിസ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ്? അത് എന്തിൻ്റെ ബേസാണ്? പ്രൈം മെറിഡിയൻ ആണോ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണോ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണോ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണോ? കറക്റ്റ് ആൻസർ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഏതാണ്? 180 degree ലോങ്ങിറ്റ്യൂഡൽ ലൈൻസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15th ക്വസ്റ്റ്യൻ. ബേസ്ഡ് ഓൺ ദ പ്രൈം മെറിഡിയൻ ദ എർത്ത് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു വിച്ച് 2 ഹെമിസ്ഫിയർ? ഇപ്പോൾ നമ്മൾ പ്രൈം മെറിഡിയൻസ് ബേസ് ചെയ്തിട്ട് നമ്മുടെ എർത്തിനെ നമുക്ക് 2 ഹെമിസ്ഫിയർ ആയിട്ട് തിരിക്കാം. നോർത്തേൺ ആൻഡ് സൗത്തേൺ, അപ്പർ ആൻഡ് ലോവർ, ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ, പോളാർ ആൻഡ് ഇക്വറ്റോറിയൽ. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ആണ്. ബേസ്ഡ് ഓൺ ദ പ്രൈം മെറിഡിയൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എർത്തിനെ 2 ആയിട്ട് തിരിക്കാം, ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ.
ഇനി 16th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടേം ഫോർ ദ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ഓഫ് ലാങ്ങിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്? വാട്ട് ഈസ് ദ ടേം ഫോർ ദ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ്? അപ്പോൾ ഈ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ്, ലാറ്റിറ്റ്യൂഡിൻ്റെയും ലോങ്ങിറ്റ്യൂഡിൻ്റെയും നെറ്റ്വർക്ക് ഓഫ് ലൈൻസിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രിഡ്, മാപ്പ് പ്രൊജക്ഷൻ, ഗ്രാറ്റിക്യൂൾ, ഹെമിസ്ഫിയർ. എന്താണ് കറക്റ്റ് ആൻസർ? എന്താണ്? ഗ്രിഡാണോ, മാപ്പ് പ്രൊജക്ഷൻ ആണോ, ഗ്രാറ്റിക്യൂൾ ആണോ, ഹെമിസ്ഫിയർ ആണോ? അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? ഗ്രാറ്റിക്യൂൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മെത്തേഡ് യൂസ്ഡ് ടു സയൻറ്റിഫിക്കലി ട്രാൻസ്ഫർ ദ ഗ്രാറ്റിക്യൂൾ ടു എ ഫ്ലാറ്റ് സർഫസ് ഈസ് കോൾഡ്. അതായത് സയൻറ്റിഫിക്കലി ട്രാൻസ്ഫർ ഗ്രാറ്റിക്യൂളിനെ ഒരു ഫ്ലാറ്റ് സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? മാപ്പ് ഡ്രോയിങ്. സെക്കൻഡ് ഓപ്ഷൻ ഗ്ലോബ് പ്രൊജക്ഷൻസ്. തേർഡ് മാപ്പ് പ്രൊജക്ഷൻസ്. ഫോർത്ത് ഗ്രാറ്റിക്യൂൾ ട്രാൻസ്ഫർ. അപ്പോൾ ദ നെറ്റ്വർക്ക് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്സ്, ദ ഫ്രെയിം ഫോർ മാപ്പ് മേക്കിംഗ്. മാപ്പ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർട്ടോഗ്രഫിയാണ്. അതിൻ്റെ ഒരു നെറ്റ്വർക്ക് ഓഫ് ലൈൻസിനെ എന്താണ് പറയുന്നത്? മാപ്പ് പ്രൊജക്ഷൻസ് എന്നാണ് പറയുന്നത്. ആ മെത്തേഡിന് പറയുന്ന പേരാണ് മാപ്പ് പ്രൊജക്ഷൻ. ഓക്കെ, മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായല്ലോ. ആ മെത്തേഡ് യൂസ്ഡ് ടു സയൻറ്റിഫിക്കലി ട്രാൻസ്ഫർ ദ ഗ്രാറ്റിക്യൂൾ ടു എ ഫ്ലാറ്റ് സർഫസ് ഈസ് കോൾഡ് മാപ്പ് പ്രൊജക്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ ട്രൂ മോഡൽ ഓഫ് എർത്ത്? എ മാപ്പ്, ആൻ അറ്റ്ലസ്, എ ഡ്രോയിങ്, എ ഗ്ലോബ്. ട്രൂ മോഡൽ ഓഫ് എർത്ത് എന്നറിയപ്പെടുന്നത് എന്താണ്? ഗ്ലോബാണ്. എന്താണ്? ഗ്ലോബ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആസ് വി മൂവ് ഫ്രം ഇക്വേറ്റർ ടുവേർഡ്സ് ദ പോൾസ് ദ സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ്. നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് നമ്മൾ പോൾസിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ലാറ്റിറ്റ്യൂഡിൻ്റെ സർക്കിള് എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുകയാണോ, റിമെയിൻ ദ സെയിം, ഡിക്രീസ് ഇൻ സൈസ്, ചേഞ്ച് ദെയർ നെയിംസ്? ഏതാണ് കറക്റ്റ് ആൻസർ? ഡിക്രീസ് ഇൻ സൈസ് അല്ലേ? ഈ ഒരു ഇക്വേറ്ററിൽ നിന്ന് പിന്നെ പോൾസിലേക്ക് പോകുമ്പോൾ സൈസ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഇൻ ദ സൗത്ത് ഓഫ് ഇക്വേറ്റർ ആർ കോൾഡ്. നോർത്തേൺ ലാറ്റിറ്റ്യൂഡ് മെറിഡിയൻസ്, സൗത്തേൺ ലാറ്റിറ്റ്യൂഡ് സൗത്തേൺ പോൾസ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് ഇൻ ദ സൗത്ത് നമ്മളെന്ത് പറയും? സൗത്തേൺ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മെഷർ ഇൻ ഡിഗ്രി ഫോർ ദ അന്റാർട്ടിക് സർക്കിൾ? അന്റാർട്ടിക് സർക്കിളിൻ്റെ ഡിഗ്രി എത്രയാണെന്ന്? 0 ആണോ, 90 ഡിഗ്രി ആണോ, 23 1/2 ഡിഗ്രി ആണോ, 66 1/2 ഡിഗ്രി ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ 66 1/2 ഡിഗ്രി. എത്രയാണ്? 66 1/2 ഡിഗ്രി. ഓക്കെ, 66 1/2 ഡിഗ്രിയാണ് എന്ത്? 1/2 ഡിഗ്രി സൗത്താണ് അന്റാർട്ടിക് സർക്കിൾ. ഓക്കെ, അപ്പോൾ ആർട്ടിക് സർക്കിൾ എന്താണ്? 66 1/2 ഡിഗ്രി നോർത്താണ്. സൗത്ത് അന്റാർട്ടിക് നോർത്ത് എന്തായിരിക്കും? നോർത്ത് എന്താണ്? ആർട്ടിക് സർക്കിളാണ്. മാറിപ്പോവരുത്. 66 1/2 ഡിഗ്രി സൗത്ത് എന്തായിരിക്കും? അന്റാർട്ടിക്കും. നോർത്ത് എന്തായിരിക്കും? ആർട്ടിക്കും ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കീ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്? ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡിൻ്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്, ദേ ആർ പാരലൽ ടു ഈച്ച് അതർ, ദേ ആർ സർക്കിൾസ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ്, ദേ മീറ്റ് അറ്റ് ദ പോൾസ്, ദേ ആർ ഓൾസോ നോൺ ആസ് പാരലൽസ്. കറക്റ്റ് ആൻസർ ദേ മീറ്റ് അറ്റ് ദ പോൾസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. വാട്ട് ഈസ് ദ മെഷർ ഇൻ ഡിഗ്രി ഓഫ് അന്റാർട്ടിക്? 66 1/2 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്തത്, the northern hemisphere is located west of prime meridian, east of prime meridian, south of equator, north of equator. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ. ഓക്കെ, നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ. വാട്ട് ഈസ് ദ നെയിം ഓഫ് 90 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഇൻ സൗത്ത്? 90 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിന് പറയുന്ന പേരെന്താണ്? സൗത്ത് പോൾ എന്നാണ് പറയുന്നത്. 90 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് സൗത്ത് പോൾ ആണ്. ദ ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ് ടു ദ ഈസ്റ്റ് ഓഫ് പ്രൈം മെറിഡിയൻ
The lines of longitude to the east of prime meridian are called eastern longitudes. The lines of longitude to the west of the prime meridian എന്താണ് പറയുന്നത്? വെസ്റ്റേൺ ലോങ്ങിറ്റ്യൂഡ്സ്. ഓക്കെ, ഈസ്റ്റിലുള്ളത് പ്രൈം മെറിഡിയന് ഈസ്റ്റേൺ ലോങ്ങിറ്റ്യൂഡ്സ് എന്നും വെസ്റ്റുള്ളതിന് എന്തിനാ പറയുക? വെസ്റ്റേൺ ലോങ്ങിറ്റ്യൂഡ്സ് എന്നും പറയുന്നു. നെക്സ്റ്റ്, the lines of longitude at 180 degree is described as a straight line, a parallel to meridian, not a straight line, a circle. എന്താണ്? നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഇമാജിനറി ലൈൻസ് ദാറ്റ് കണക്ട് points of same angular distance on both sides of the equator? A line of latitude, a line of longitude, a line of latitude, the earth axis, prime meridian. Answer, a line of latitudes. Next, the equator is a line latitude in which degree? 0 degree, 90 degree, 180 degree, 360 degree. എത്രയാണ് അറിയാവുന്ന കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ്, എ മാപ്പ് ഈസ് എ ഡെപ്പിക്ഷൻ ഓഫ് എർത്ത് സർഫസ് ഫീച്ചേഴ്സ് ഓൺ എ ഫ്ലാറ്റ് സർഫസ്, കർവ്ഡ് സർഫസ്, സ്ഫിയർ, ഗ്ലോബ്. അപ്പോൾ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡെപ്പിക്ഷൻ ഓൺ ദ എർത്ത് സർഫസ് ഇൻ എ ഫ്ലാറ്റ് സർഫസ് ആണ്. എന്താണ്? ഫ്ലാറ്റ് സർഫസ്. ഇനി അടുത്തത്, ഇൻക്ലിനേഷൻ ഓഫ് ദ എർത്ത് ആക്സിസ് കോസസ് ഹൈ ടൈഡ്സ്, ടൈം സോൺസ്, സീസൺസ്, എർത്ത് കോക്സ്. എന്താണ്? ഇൻക്ലിനേഷൻ ഓഫ് എർത്ത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രയോജനം എന്താണ്? സീസൺസ് ആണ്. അപ്പോൾ സീസൺസ് ഉണ്ടാകുന്നത് ഇൻക്ലിനേഷൻ ഓഫ് ദ എർത്ത് ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈം മെറിഡിയൻ ആൻഡ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ? It is a line within both hemispheres. It marks the end of both hemispheres. It divides Earth into eastern and western hemisphere. അതാണ് കറക്റ്റ്. പ്രൈം മെറിഡിയനും ഈസ്റ്റേൺ വെസ്റ്റേൺ ഹെമിസ്ഫിയറും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈം മെറിഡിയൻ ആണ് എർത്തിനെ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആയിട്ട് എന്താണ് ഡിവൈഡ് ചെയ്യുന്നത്. ദ ഇമാജിനറി ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്സ് ആർ ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് വിത്ത് റെഫറൻസ് ഓൺ ദ എർത്ത് സെൻറ്റർ, ഓർബിറ്റൽ ലൈൻ, പോൾസ്, ഇക്വേറ്റർ, സെൻറ്റർ. The purpose of the globe is to understand geographical features and to calculate time, determine the Earth's age, determine location, predict weather. അപ്പം ഗ്ലോബിൻ്റെ മെയിൻ ഫീച്ചർ എന്താണ്? ഡിറ്റർമിൻ ലൊക്കേഷൻ ആണ്. The purpose of the Tropic of Capricorn is located at which hemisphere? Tropic of Capricorn എവിടെയാണുള്ളത്? സദേൺ ഹെമിസ്ഫിയറിലാണ്. എന്താണ്? സദേൺ ഹെമിസ്ഫിയർ ആണ്. ഓക്കെ. The Arctic Circle is a line of latitude located northern hemisphere, southern hemisphere, eastern hemisphere, western hemisphere, northern hemisphere. The imaginary lines of long latitudes are also known as meridian, parallel, axis, graticules. Parallels ആണ് ശരിയായ ഉത്തരം. The globe is used to as a model of Earth because it is made of paper, is a true model, it is easy to carry, can be flattened into the map. Is a true model. Okay, next question. What is the shape of the earth described in the text? Geoid. What is the imaginary line at 0 degree called equator? What is imaginary line at 0 degree latitude? എന്താണ്? Equator. The earth axis is imaginary line which connects which points? അപ്പം ഏതാണ്? നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. ഓക്കെ, ഇനി അടുത്തത്, ദ ഗ്ലോബ് ഫീച്ചേഴ്സ് വേരിയസ് ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് യൂസ്ഡ് ഫോർ ജിയോഗ്രഫിക്കൽ ക്ലൈമാറ്റിക് റെഫറൻസ്. ദീസ് സർക്കിൾസ് വാരി ഇൻ സൈസസ് ഗെറ്റിംഗ് സ്മോളർ ആസ് ദ മൂവ് ഫ്രം ഇക്വേറ്റർ ടുവേർഡ്സ് ദ പോൾസ്. അപ്പോൾ ഗ്ലോബ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഫോർ ക്ലൈമാറ്റിക് റെഫറൻസിന് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഈ സർക്കിള് എന്താണ്? വാരിയാണ്. സൈസ് ഓഫ് സർക്കിള് എന്താ ചെയ്യുന്നത്? ഇക്വേറ്റർ ടു പോൾസിൽ പോകുമ്പോൾ അത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ദ ടേബിൾ ഓഫ് ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ബേസ്ഡ് ഓൺ ദ പ്രൊവൈഡഡ് ടെക്സ്റ്റ് ആൻഡ് ഫിഗർ. അപ്പോൾ ഇവിടെ ഇക്വേറ്ററിൻ്റെ മെഷർ ഇൻ ഡിഗ്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ എഴുതണം, ആർട്ടിക് സർക്കിൾ എഴുതണം, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എഴുതണം, അന്റാർട്ടിക് സർക്കിൾ എഴുതണം. ഓക്കെ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും അന്റാർട്ടിക് സർക്കിളും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഇക്വേറ്റർ ഇൻ റിലേഷൻ ടു അതർ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്? ഇക്വേറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഓക്കെ, ഹൗ ഡു ദ സൈസ് ഓഫ് സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ചേഞ്ച് ഹാസ് വൺ മൂവ്സ് ഫ്രം ഇക്വേറ്റർ ടുവേർഡ്സ്?
അങ്ങനെ 3 ചോദ്യമാണുള്ളത്. ഇക്വേറ്ററിൻ്റെ മെഷർമെൻറ്റ് എന്താണ്? 0 ഡിഗ്രിയാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23 1/2 ഡിഗ്രി നോർത്താണ്. ആർട്ടിക് സർക്കിൾ 66 1/2 ഡിഗ്രി നോർത്താണ്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23 1/2 ഡിഗ്രി സൗത്ത് ആണ്. അന്റാർട്ടിക് സർക്കിൾ 66 1/2 ഡിഗ്രി സൗത്ത് ആണ്. പിന്നെ നമ്മൾ ഇക്വേറ്ററിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചിരുന്നു. ദ ഇക്വേറ്റർ അറ്റ് 0 ഡിഗ്രി ഇസ് ദ ലാർജസ്റ്റ് സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡിലെ ഏറ്റവും വലിയ സർക്കിൾ എന്ന് പറയുന്നത് ഇക്വേറ്ററാണ്. ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ഇറ്റ് ഡിവൈഡ്സ് ദ എർത്ത് ഇൻറ്റു നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ ആൻഡ് സെർവ്സ് ആസ് ദ പ്രൈമറി റെഫറൻസ് പോയിൻറ്റ് ഫോർ ഓൾ ലാറ്റിറ്റ്യൂഡൽ മെഷർമെൻറ്റ്. അപ്പോൾ ഇതെന്താണ്? ഇക്വേറ്ററാണ് നോർത്തേൺ ഹെമിസ്ഫിയർ സദേൺ ഹെമിസ്ഫിയർ എന്ന് ഭൂമിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ ഡു സൈസസ് ഓഫ് ദ സർക്കിൾസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ചേഞ്ച് ആസ് വൺ മൂവ്സ് ഫ്രം ഇക്വേറ്റർ ടുവേർഡ്സ്. അപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് പോകുമ്പോൾ ഈ സർക്കിളിൻ്റെ ഒരു മെഷർമെൻറ്റിന് എന്താ സംഭവിക്കുന്നതെന്ന്. The circle of latitude gradually decrease in size as one moves from equator towards the north pole. അപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് നോർത്ത് പോളിലേക്ക് പോകുമ്പോൾ സൈസ് ഡിക്രീസ് ചെയ്യാണ്. ആൻഡ് സൗത്ത് പോൾ. ദ പോൾസ് ദംസെൽസ് ആർ ജസ്റ്റ് പോയിൻറ്റ്സ് റെപ്രസെൻറ്റിംഗ് ദ സ്മോളസ്റ്റ് സർക്കിൾസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എർത്ത് ഇമാജിനറി ആക്സിസ് കണക്റ്റിംഗ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ദ ആംഗിൾ ഓഫ് 23 1/2 ഡിഗ്രി ഫ്രം ദ പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ഓർബിറ്റൽ ലൈൻ. Lines of longitude or meridians are also imaginary lines that are used to determine time of Earth. Describe the inclination of Earth axis. Earth axisൻ്റെ ഇൻക്ലിനേഷനെ കുറിച്ച് പറയാനാണ്. The Earth axis is inclined at an angle of 23 1/2 degree from the perpendicular to its orbital line. അപ്പോൾ എർത്തിൻ്റെ ആക്സിസ് at the angle of 23 1/2 degree എന്താണ്? പെർപെൻഡിക്കുലർ ടു ഹിറ്റ്സ് ഓർബിറ്റൽ ലൈൻ. ദിസ് ടിൽറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സീസൺ. അപ്പോൾ സീസൺസ് ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇൻക്ലിനേഷൻ കൊണ്ടാണ്. ഹൗ മെനി ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ്സ് ക്യാൻ ബി ഡ്രോൺ അറ്റ് 1 degree ഇൻറ്റർവൽസ് ആൻഡ് വൈ? അപ്പോൾ 1 degree ഇൻറ്റർവൽസിൽ എത്ര ലോങ്ങിറ്റ്യൂഡ് നമുക്ക് വരയ്ക്കാം? എന്തുകൊണ്ടാണ്? വാട്ട് ഈസ് ദ പ്രൈം മെറിഡിയൻ ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് സിഗ്നിഫിക്കൻറ്റ്? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് എത്ര ലോങ്ങിറ്റ്യൂഡ് വരയ്ക്കാം? 360 ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ് അറ്റ് 1 degree ഇൻറ്റർവൽസ്. ദിസ് ഈസ് ബിക്കോസ് എർത്ത് ഇസ് സ്ഫിയർ വിച്ച് ഹാസ് ഫുൾ സർക്കിൾ ഓഫ് 360 degree. ഇപ്പോൾ എർത്ത് എന്ന് പറയുന്ന ഒരു സ്ഫിയറാണ്. അത് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സർക്കിളാണ്. അപ്പോൾ സർക്കിളിൻ്റെ ആംഗിൾസ് എന്ന് പറയുമ്പോൾ 360 degree ആണ്. ആൻഡ് ദീസ് ലൈൻസ് ആർ ഇമാജിൻഡ് ആസ് ഡിവൈഡിങ് ദ ഗ്ലോബ് ഫ്രം പോൾ ടു പോൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈം മെറിഡിയൻ ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് സിഗ്നിഫിക്കൻറ്റ്? പ്രൈം മെറിഡിയൻ ഈസ് 0 degree ലോങ്ങിറ്റ്യൂഡ്. പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത് 0 degree ലോങ്ങിറ്റ്യൂഡാണ്. ഇറ്റ്സ് സിഗ്നിഫിക്കൻറ്റ് ഈസ് ദാറ്റ് ഇറ്റ് സെർവ്സ് ആസ് ദ റെഫറൻസ് പോയിൻറ്റ് ഫോർ ഓൾ ലോങ്ങിറ്റ്യൂഡ്സ് ഡിവൈഡിങ് എർത്ത് ഇൻ ടു ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ. അപ്പം പ്രൈം മെറിഡിയൻ ആണ് ഈ ഭൂമിയെ രണ്ടായിട്ട് തരംതിരിക്കുന്നത്. ഒന്ന് വെസ്റ്റേണും ഒന്ന് ഈസ്റ്റേൺ. That is the importance of a prime meridian. Okay, it passes through Greenwich near London and it is also known as Greenwich meridian. അപ്പോൾ അത് പാസ് ചെയ്യുന്നത് ഗ്രീൻവിച്ച് രേഖയിലൂടെയാണ്. അത് ലണ്ടനിലെ ഗ്രീൻവിച്ച് എന്ന സ്ഥലത്ത് കൂടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഗ്രീൻവിച്ച് ലൈൻ. ഓക്കെ, നെക്സ്റ്റ്. ഇനി ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡിനെ കുറിച്ച് നോക്കാം. ദ ഗ്ലോബ് ഹാസ് സെവറൽ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ലാറ്റിറ്റ്യൂഡ്സ് യൂസ്ഡ് ഫോർ ജോഗ്രഫിക് ആൻഡ് climatic reference. These circles vary in size, getting smaller as you move from equator towards the poles. അപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുമ്പോൾ അത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ 5 important lines of latitude mentioned in the text and what are their degree measurement? അപ്പം the 5 important lines of latitudes are the equator. ഫസ്റ്റ് എന്താണ്? 0 degree latitude, that is equator. പിന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അത് 23 1/2 degree നോർത്ത്. ഇനി അടുത്തത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അത് 23 degree സൗത്ത്. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, ട്രോപ്പിക് ഓഫ് ക്യാൻസറും കാപ്രിക്കോണും 23 1/2 ആണ്. നോർത്തിലും സൗത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദ ആർട്ടിക് സർക്കിൾ 66 1/2 degree നോർത്ത് ആൻഡ് ദ അന്റാർട്ടിക് സർക്കിൾ 66 1/2 degree
ഡിഗ്രി നോർത്ത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത വിച്ച് ഈസ് ദീസ് ലൈൻസ് ഈസ് ദ ലാർജസ്റ്റ്. ഏറ്റവും ലാർജസ്റ്റ് ലൈൻ ഏതാണ്? ദ ഇക്വേറ്റർ ഈസ് ദ ലാർജസ്റ്റ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡിൽ പറ്റിയ ഏറ്റവും വലുത് ഏതാണ്? ഇക്വേറ്റർ ആണ്. ഇനി അടുത്തത് വാട്ട് ആർ ദ ലാറ്റിറ്റ്യൂഡ്സ് ലൊക്കേറ്റഡ് അറ്റ് 23.152 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് കോൾഡ്. എന്താണ്? ദീസ് ലൈൻസ് ആർ കോൾഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലാറ്റിറ്റ്യൂഡ് ലൊക്കേറ്റഡ് അറ്റ് 90 ഡിഗ്രി നോർത്ത്. നോർത്തിൽ 90 ഡിഗ്രിയിൽ ലൊക്കേറ്റ് ചെയ്ത് ഏതാണ്? നോർത്ത് പോളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹെമിസ്ഫിയർ ആൻഡ് കോണ്ടിനെൻറ്റ്സ്. Observe the globe and complete the table by identifying which continents are primarily in the northern hemisphere, which are in southern hemisphere and which spread across both. അപ്പോൾ കോണ്ടിനെൻറ്റ്സ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള കോണ്ടിനെൻറ്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയാണ്? നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ. അതേപോലെ കോണ്ടിനെൻറ്റ്സ് ഇൻ സദേൺ ഹെമിസ്ഫിയർ ഉള്ളത് ഓസ്ട്രേലിയയും അന്റാർട്ടിക്കയുമാണ്. ഇനി കോണ്ടിനെൻറ്റ് സ്പ്രെഡ് അക്രോസ് ബോത്ത് ഹെമിസ്ഫിയർ, രണ്ട് ഹെമിസ്ഫിയറിലുള്ള ഏതാണ്? ആഫ്രിക്കയും സൗത്ത് ആഫ്രിക്കയാണ്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആരാണുള്ളത്? നോർത്ത് അമേരിക്കയും യൂറോപ്പും ഏഷ്യയും. നമ്മൾ ഏത് ഹെമിസ്ഫിയറിലാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, ഏഷ്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയയും അന്റാർട്ടിക്കയും. രണ്ട് ഹെമിസ്ഫിയറിലുള്ളത് ഏതൊക്കെയാണ്? ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ലൈൻസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ 4 നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നമുക്ക് കുറച്ചുകൂടി പോയിൻറ്റ്സ് ആഡ് ചെയ്യാനുണ്ട്. മാപ്പ് പ്രൊജക്ഷന്, അതിൽ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷനും അതേപോലെ ജെനിതൽ പ്രൊജക്ഷൻ, കോണിക്കൽ പ്രൊജക്ഷൻ, അങ്ങനെ 3 തരം പ്രൊജക്ഷൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ GIS എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല, ജോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം. ആ GISൻ്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ സിറ്റുവേഷൻ GIS യൂസ്ഡ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. വെതർ ഫോർകാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നാവിഗേഷന് നമ്മൾ GIS ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ റിയൽ എസ്റ്റേറ്റ് ആൻഡ് പ്രോപ്പർട്ടി സെർച്ചിന് ഉപയോഗിക്കുന്നുണ്ട്. ഫുഡ് ഡെലിവറി സർവീസിന് നമ്മൾ GIS ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ലാർജസ്റ്റ് സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഇക്വേറ്റർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അതേപോലെ തന്നെ 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്ന ഗ്രീൻവിച്ച് ലൈനാണ്. 180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് പറയുന്നത് എന്താണ്? ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് GISൻ്റെ പോയിൻറ്റ്സും കുറച്ച് നോക്കാനുണ്ട്. പിന്നെ അതേപോലെ മാപ്പ് പ്രൊജക്ഷൻ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒക്കെ നമ്മൾ പഠിക്കണം. ആ 3 മാപ്പ് പ്രൊജക്ഷനെ കുറിച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. മാപ്പിംഗ് മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയൻസ് എന്ന് പറയുന്നത് കോണിക്കൽ പ്രൊജക്ഷനാണ്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്